മുഴുവനും ഏത് തരത്തിലുള്ള എവിഡൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതായത് രമണ, അല്ലെങ്കിൽ അൻസിബ മാപ്പ് പറയുന്നതെല്ലാം ഈ അമ്മച്ചി എന്ത് ചെയ്തു? ഈ വോട്ടില്ലാത്ത MLA ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തു. അതായത് എല്ലാത്തിന്റെ പിന്നിൽ നീന ചേച്ചി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. നീന ചേച്ചിയാ? നീ പുഴുത്ത്, നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവൂന്ന് പറഞ്ഞ അതേ നീന ചേച്ചിയല്ലേ? ആർക്കെങ്കിലും പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാതിരിക്കുക. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ലക്ഷ്മിപ്രിയ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ AMMA ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു സംഭവമുണ്ട്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു കുഴി കുഴിച്ചിട്ടിട്ടുണ്ട്. അറിഞ്ഞില്ലേ? അതായത് പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ച് നമ്മുടെ വോട്ടില്ലാത്ത MLA പോലീസ് സ്റ്റേഷനിൽ പോയി ഒളിക്യാമറ വെച്ചു എന്നുള്ളതാണ് ഇപ്പം പുറത്തു വരുന്ന ഒരു സംഭവം. അതിനെക്കുറിച്ച് പറയാം. അതുമല്ല, ഊമക്കത്തയച്ചു എന്ന് പറയുന്നത്, അത് അൻസിബ എൻ്റെ അടുത്ത് ഊമക്കത്തയച്ചു എന്ന് പറയുന്നുണ്ട് ഈ മാധ്യമങ്ങൾക്ക്. അതായത് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പോയല്ലോ, അൻസിബ കൊടുത്ത കേസിന് മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് വിളിച്ചവിടെ 1 മണിക്കൂറോളം ഇരുത്തിയിരുന്നു. ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റേഷനിൽ വിളിച്ചിരുത്തി ഇരിക്കുമ്പോഴുള്ള വിഷമം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു തെളിവുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഈ അൻസിബയെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. ആരടുത്ത് ഈ മാധ്യമം, അത് നമുക്ക് വെക്കാം. അതുപോലെ ഇന്ന് മറ്റൊരു വിഷയം നടന്നത്, നമ്മുടെ ആസിഫ് അലി അൻസിബയെ സപ്പോർട്ട് ചെയ്തു. മുഖ്യവരും കേട്ടോ, A to Z മുഖ്യവരും അൻസിബയെ തന്നെയാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ വോട്ടില്ലാത്ത MLA നമ്മുടെ ലക്ഷ്മിപ്രിയ തുപ്പാൻ മാത്രം അറിയുന്ന, ക്യാമറയുടെ ഫ്രണ്ടിൽ മാത്രം വളരെ സഭ്യമായി, വളരെ കുലീനയായി, കുലസ്ത്രീയായി നിൽക്കുന്ന പിന്നീട് നമ്മുടെ ആരാണ് ലക്ഷ്മിപ്രിയ. ക്യാമറ ഓഫായി കഴിഞ്ഞാൽ, ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പൂരപ്പറമ്പിൽ പോലും തോറ്റു പോകുന്നത്രയുള്ള ശാപവാക്കുകൾ കൊണ്ട് മൂടുന്ന നമ്മുടെ ലക്ഷ്മിപ്രിയ. അതായത് ഈ അമ്മ എന്ന് പറയുന്ന ഏജൻസി പുഴുക്കുത്ത് ആരെന്ന് ചോദിച്ചാൽ, അമ്മ എന്നൊരു ഏജൻസി ഈ ലെവൽ അമ്മ എന്നേ വരുന്നുള്ളൂ, ക്ഷമിക്കുക, എളുപ്പം കൊണ്ടാണ്. ഈ ലെവലിൽ പിന്നെ നാട്ടിച്ച ഒരേ ഒരു വ്യക്തി ഈ പറയുന്ന ലക്ഷ്മിപ്രിയാണ്. എവരെ എടുത്ത് കളഞ്ഞ് ആജീവനാന്തം വിലക്ക് കൊടുത്താൽ തന്നെ ഒരുവിധം അവിടെ ഇവരെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ശുദ്ധികലശം ചെയ്ത് ഒരു പൂജയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ട് തളിച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് എല്ലാവരും പറഞ്ഞൊന്ന് കേൾക്കാമേ. അതായത് ഇതിപ്പൊ തുടങ്ങിയതല്ല. അതായത് അൻസിബയ്ക്കെതിരെ ഞാൻ കേസ് കൊടുത്തതിന് ശേഷം അൻസിബ ആദ്യം ചെയ്തത് എനിക്കെതിരെ ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും, അൻസിബ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ക്ഷമിക്കണം. ആദ്യം എനിക്ക് വന്ന ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഊമക്കത്ത് ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ അൻസിബ ആദ്യം ചെയ്തത് എന്തെന്നറിയാമോ? ഒരു അതിനൊരു പെട്ടെന്ന് അബദ്ധം മനസ്സിലായി. അയ്യോ, അൻസിബ ചെയ്തതൊന്നല്ല, ഇവർക്കൊക്കെ ഒരു ഊമക്കത്ത് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വായിൽ അറിയാതെ വീണത് അൻസിബ ചെയ്തു എന്നുള്ളതാണ്. അതായത് ക്യാമറയ്ക്ക് ഓഫ് ക്യാമറ ഇവരെല്ലാരും പറഞ്ഞു നടക്കുന്നത് അൻസിബയാണ് ഇങ്ങനെ ഒരു ഊമക്കത്ത് അയച്ചത് എന്നുള്ളതാണ്. വളരെ വ്യക്തമല്ലേ? തളർന്നു പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അടുത്ത കാര്യം കൊണ്ട് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതൊരു ടാർഗറ്റഡ് അറ്റാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ എല്ലാത്തിന്റെ പിന്നിൽ നീന ചേച്ചി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. നീന ചേച്ചിയാ? നീ പുഴുത്ത്, നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവൂന്ന് പറഞ്ഞ അതേ നീന ചേച്ചിയല്ലേ? നീ പുഴുത്ത് ചാവൂടി, നീ എന്റെ ഫ്രണ്ട് വെച്ചായിരിക്കൂടി നിന്റെ അന്ത്യം എന്ന് പറഞ്ഞ ആ നീന ചേച്ചിയല്ലേ? ശരി, കുറുപ്പ് ചേച്ചി പറഞ്ഞു, അല്ലെങ്കിൽ നീന കുറുപ്പ് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. അപ്പം ഈ നീന ചേച്ചിയും ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഇതെന്തെങ്കിലും ചെയ്യുന്നതാണോ എന്ന് എനിക്ക് ശരിക്കും സംശയം. ഇതൊന്ന് അടുത്തതാണ് വിഷയം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വിഷമം വരുന്നത് അവരുടെയൊക്കെ വിലയേറിയ സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് കളയുന്നതിലാണ് എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും ആഭ്യന്തരമന്ത്രി ആണെങ്കിലും DGP ആണെങ്കിലും അവരുടെയൊക്കെ വിലപ്പെട്ട സമയമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കളയുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു വിഷമം. അത് ശരിയാണ്. നിങ്ങളെപ്പോലെ നാറിയ കഥകൾ പോയ, നിങ്ങളെപ്പോലെ നാറി നാക്കെടുത്ത നുണയും ഈ പറയുന്ന ശാപവാക്കുകൾ മാത്രം ഉച്ചരിക്കാൻ പറയുന്ന
നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ സമയം കളയുന്നത് വളരെ വിഷമം തന്നെയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. എന്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും, അതായത് അൻസിബ കുറെ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഒരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നത് പോലും. അപ്പം ഒരു ക്രൈം നടക്കുമ്പോൾ തെളിവുകൾ അവിടെ ഉണ്ടാകുന്നതാണ്, തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കുന്നതല്ല. അപ്പം ഇന്നലത്തെ അൻസിബയുടെ വാദം വരെ വളരെ ഭംഗിയായിരുന്നു. നമ്മൾ കണ്ടു, എന്താ പറയാ, വളരെ ഒരു പോരാളിയുടെ മുഖത്തോടു കൂടിയൊക്കെ അൻസിബ സ്റ്റേഷനിൽ നിന്ന് വന്ന് സംസാരിച്ച സംസാരം വരെ വളരെ പക്കയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും കേരള സമൂഹം മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നോർത്ത് എനിക്ക് സഹതാപം മാത്രമാണ്. അയ്യോ പാവ, സഹതാപം മാത്രമേ ഉള്ളൂ അല്ലേ? ആ കുട്ടിയുടെ അവസ്ഥ കേരളക്കരയ്ക്ക് അറിയാം. താങ്കളുടെ അവസ്ഥ ഇപ്പൊ എന്താണ്? ഇപ്പൊ മുഖം നോക്കിയാൽ തന്നെ അറിയാം, വളരെ പണ്ടത്തെ ആ ഒരു ആർജവം ഒന്നും ഇല്ല. അതായത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കുട്ടി കുറെ പിന്നീട് എന്താണ് ഈ പറയുന്ന കുറെ തെളിവുകളൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അൻസിബ എന്തോ തെളിവുകളൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇന്നലെ വരെ അൻസിബ അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് കൊടുത്ത ഡിജിറ്റൽ തെളിവ് എന്നറിയാം, ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത ഡിജിറ്റൽ തെളിവ് കൊടുത്തപ്പോൾ അൻസിബയുടെ ഗതി എന്താകും എന്നുള്ളതാണ്. താങ്കളുടെ വാക്കുകളിൽ തന്നെ താങ്കൾ ഈ പറയുന്നില്ല, പറഞ്ഞ ഞാൻ എന്തോ മറ്റവളാണെന്നുള്ള രീതിയിൽ അടിച്ചു വിടുന്നതിൽ തന്നെ താങ്കൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. താങ്കളെ ഇനി ജനങ്ങൾ എങ്ങനെ ഇപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്നറിയാം. ഇനി താങ്കളുടെ അവസ്ഥ ഏത് ലെവലിലേക്ക് പോകും എന്ന് താങ്കൾ മാത്രം ആലോചിച്ചാൽ മതി. അൻസിബയുടെ കേസ് ജനങ്ങൾക്ക് അറിയാം. ഇപ്പോഴും ജനങ്ങൾക്ക് മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മിക്ക 90% പേർക്കും അൻസിബയുടെ ഭാഗത്താണ് ശരി എന്ന് തെളിഞ്ഞിട്ടുണ്ട്. തെളിവുകൾ ഉണ്ടാക്കി എന്നല്ല, തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അൻസിബ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻസിബ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവിടെ പിന്നെ എന്താ പറയാ, ഇവിടെ പിന്നെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ അൻസിബ വിവരാവകാശം വഴി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അൻസിബ വിവരാവകാശം വഴി അന്വേഷിച്ചു. എന്താണ് ഇവിടെ CCTV പിന്നീട് ദൃശ്യങ്ങളുണ്ടോ ആ സ്റ്റേഷനിൽ എന്ന് അന്വേഷിച്ചു ഇവരറിഞ്ഞു. അതിന് ഇവര് പറയുന്നത്, അതായത് നമ്മുടെ വോട്ടില്ലാത്ത MLA പറയുന്നത് അത് തെളിവുകൾ നശിപ്പിക്കുക, തെളിവുകൾ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. എൻ്റെ പൊന്ന് പിന്നീട് വോട്ടില്ലാത്ത MLA അങ്ങനെയല്ല, തെളിവിന് വേണ്ടിയിട്ടാണ് അവൾ അന്വേഷിച്ചത്. അവിടെ താങ്കൾ കുറെ ശാപവാക്കുകൾ വിളിച്ച് കൂവി എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നീനാക്കുറപ്പിനെ നീ പുഴുത്ത് ചാവുന്നില്ലേ, അതേ രീതിയിൽ എന്നെ അവിടെ ഇരുന്ന് വിളിച്ചു എന്ന് അൻസിബ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ തിരക്കിയത്. താങ്കളെ പോലെ തെളിവ് ഇല്ലാതാക്കാനല്ല, തെളിവ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അൻസിബ ഇത്തരം ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് തന്നെ. അപ്പൊ CCTV ഇല്ലെങ്കിലും മറ്റ് ഡിജിറ്റൽ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട് വിത്ത് ടൈം പ്രൂഫ്. അത് അൻസിബ മനസ്സിലാക്കിയിരുന്നില്ല. തെളിവെന്ന് പറയുന്നത് മുഴുവൻ കാര്യങ്ങളും, അതായത് 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡുമാണ് ഞങ്ങൾ ടോട്ടൽ പിന്നെ SI മാഡത്തിന്റെ ക്യാബിനിൽ സ്പെൻഡ് ചെയ്തത്. അത് മുഴുവനും ഏത് തരത്തിലുള്ള എവിഡൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനത് മുഴുവനും ACP മനോജ് സാറിന് കൈമാറിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് രമണ സ്റ്റേഷനിൽ കയറിയപ്പോൾ ഇവര് തമ്മിൽ തർക്കം നടന്നു, അല്ലെങ്കിൽ അൻസിബ മാപ്പ് പറയുന്നതെല്ലാം ഈ അമ്മച്ചി എന്ത് ചെയ്തു, ഈ വോട്ടില്ലാത്ത MLA ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തു, അതായത് റെക്കോർഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. മനസ്സിലായ? അതായത് അവിടെ CCTV ഇല്ല, എന്നിട്ടും എൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ആരും അറിയാതെ, കാരണം കള്ളിയാണല്ലോ, എവിടെ കൂടി എങ്ങനെ പിന്നെ കള്ളം ചെയ്യാം, എങ്ങനെയൊക്കെ ഒരു കേസും ഉണ്ടല്ലോ. പല കേസുകളുണ്ട്, പലരെ പറ്റിച്ച കേസ്, ക്രിമിനൽ കേസ് വരെ ഉണ്ടെന്നാണ് അറിവ്. ആ കേസ് എന്തായാലും ഒരു പിടുത്തമില്ല, പോട്ടെ. അപ്പോ എന്ത് ചെയ്തു, അതിനകത്ത് കയറി ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അല്ല വോട്ടില്ലാത്ത MLA, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ചെന്ന് കയറി പറഞ്ഞ ഷൂട്ടിങ്ങൾ പറഞ്ഞ 1 മണിക്കൂറും ഈ പറയുന്ന എത്രയോ മിനിറ്റോ എന്തൊക്കെ പറയുന്നുണ്ട്. അതിന് മുമ്പേ അവർക്ക് അവിടെ വരണം, അവിടെ ഇരിക്കണം, വന്നോണ്ട് നിങ്ങളെ കയറി ഇരിക്കും വേണമെന്നില്ല. അപ്പൊ എന്തരായാലും 3 പോട്ടെ 2 മണിക്കൂർ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. താങ്കളെ പോലെ ഈ പറയുന്ന കള്ളം മനസ്സിലില്ലാത്തതുകൊണ്ട് പാവം റെക്കോർഡ് ചെയ്തില്ല. താങ്കൾക്ക് ആ കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് താങ്കൾ എന്ത് ചെയ്തത്, സ്വന്തം ഫോണിൽ ഒളിക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തെടുത്തത്. അതിന് വീഡിയോ ആണ്, ഓഡിയോ ആയിരിക്കാനാണ് ചാൻസ്. റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടിട്ട് വലിയ സത്യാവധി പോലെ, വലിയ പാവത്തിനെ പോലെ അവിടെ ഇരുന്നിട്ട് വിളിച്ചിറക്കി. മനസ്സിലായോ? ഇത് വിളിച്ചിറക്കി എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് എന്താണ്, ഇങ്ങനെ ഒരു സംഭവം വരും എന്നറിഞ്ഞുകൊണ്ട്
എന്ത് ചെയ്തു, കുറച്ച് ഭാഗം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ താങ്കൾ ഇതിനു മുമ്പേ എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചായിരിക്കും സംഭവം. അതായത് ഈ പറയുന്ന വോട്ടില്ലാത്ത MLA നേരെ പോയി അവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം അവിടെ വന്ന് പൂരത്തെറി അല്ലെങ്കിൽ ചന്ത വർത്തമാനം പറഞ്ഞു. എന്നിട്ട് ഡീസന്റ് ആയിട്ട് പറഞ്ഞതിന് മാത്രം നിങ്ങൾ എന്ത് റെക്കോർഡ് ചെയ്ത് വെച്ചു. താങ്കളുടെ ഈ റെക്കോർഡിൽ താങ്കളുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ കൊടുക്കുന്നത് അതെങ്ങനെയാ പിന്നീട് കറക്റ്റ് ആവും? നിങ്ങൾ വന്നോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഓണാക്കിക്കൊണ്ട് വന്നോ? അതെങ്ങനെ കറക്റ്റ്? അല്ലെങ്കിൽ പോട്ട് അവർ 3 മണിക്കൂർ 2 മണിക്കൂറായെന്ന് വെച്ചു എന്നും പറഞ്ഞ് കേസിന്റെ മെരിറ്റ് എങ്ങനെ കുറയും? എനിക്ക് ഓർമ്മയാണ്, ഞാൻ എന്നെ അവിടെ പോയി ഏതാണ്ട് ഒരു 3 മണിക്കൂർ അവിടെ ഇട്ട് എന്നെ ഇതുപോലെ എടുത്തു. അത് 2 മണിക്കൂറായിട്ട് അല്ലെങ്കിൽ 1 മണിക്കൂറായിട്ട് താങ്കൾ അവിടെ ഇല്ലാത്ത കള്ളക്കേസ് കൊടുത്ത് അവരെന്ത് മാനസികമായിട്ട് പീഡിപ്പിച്ചോ എന്നുള്ളതാണ്. അത് 3 മണിക്കൂറോ 2 മണിക്കൂറോ ആയിക്കോട്ടെ എന്നുള്ളത്. അപ്പം കള്ളത്തരം നഖത്തിന്റെ ഇടയിലാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇനി നമ്മുടെ ആസിഫ് അലി ഇവളെ പറ്റി പറഞ്ഞത്, അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്, സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം. അല്ല, അതിനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. അത് അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും. ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ എനിക്ക് കിട്ടിയിട്ടില്ല. മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം വളരെ വലുതാവും. അതിൽ നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ വേദികളിലും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്കും പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കും വരുമ്പോൾ ഇതിന് കൃത്യമായ, ഇപ്പം നമുക്ക് അതിന്റെ താഴെ പോയി കോമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആളുകൾ എത്രത്തോളം ഇതിനെ പറ്റിയിട്ട്. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നമാണെന്നാണ്. പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ യുക്തിയോടുകൂടി നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ ഞാൻ പറയുന്ന മറുപടി പോലും ഇതിനൊരു സ്പാർക്കിലേക്ക് കൊണ്ടുപോയേക്കാം. സോ ഐ ഹാവ് ടു ബി കെയർഫുൾ. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും ഒരു സ്ത്രീ നേതൃത്വം വരുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു സമാധാനവും ഒരു ബാലൻസും വരുന്നത്. അപ്പൊ അതൊരു സംഘടനയിലേക്കും കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കൊന്ന് വേറൊരു ഇൻഡസ്ട്രിയിലും കാണിക്കാത്തൊരു ധൈര്യം. ഓക്കെ, അപ്പം ഞാൻ പൂർണ്ണമായിട്ടും അൻസിബയുടെ കൂടെയാണ് എന്നാണ് ആസിഫ് അലി പറയുന്നത്. ആസിഫ് അലി പറയുന്നത് ഇത് പൊതുവേദിയിലൊന്നും സംസാരിക്കാൻ പാടുള്ള വിഷയമല്ല. അൻസിബ് പറഞ്ഞത് അൻസിബയുടെ ഒപ്പം നിൽക്കുന്നു, പക്ഷെ ഇത് ഇത്രയും ചർച്ചയാവേണ്ട കാര്യമല്ല, ഇത് അവിടെ തന്നെ ഒതുക്കി തീർക്കേണ്ടതായിരുന്നു എന്നാണ് അതിന് ശേഷം പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവിടെ ഒതുക്കി തീർക്കാൻ വേണ്ടി അത് ആദ്യം പറയുന്നത് എന്താണ്, അവിടെയൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമല്ലോ പുറത്ത് പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറയുന്നു പക്ഷേ ഇതിങ്ങനെ എല്ലായിടത്തും ചർച്ച ചെയ്യേണ്ടതായിരുന്നില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവിടെയൊന്നും കിട്ടാത്തത് കൊണ്ട് അവർ പുറത്തുനിന്ന് പറഞ്ഞു, പിന്നെ അത് ചർച്ചയായതാണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും ആസിഫ് അലി ഉൾപ്പെടെയുള്ള ഒരുപാട് പടങ്ങൾ ലീഡ് റോൾ ചെയ്തിട്ടുള്ള അവർ വരെ അൻസിബയ്ക്കൊപ്പമാണ് എന്നുള്ളതാണ്. ഈ ലക്ഷ്മിപ്രിയ അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ടില്ലാത്ത MLAക്ക് അനുകൂലമായിട്ട് പ്രിയങ്ക അല്ലാതെ വേറെ ആരാണ് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത്. കാരണം അഹങ്കാരം, താങ്കളൊരു കാര്യം മനസ്സിലാക്കുക, താങ്കൾക്ക് അങ്ങോട്ട് എല്ലാ സംഭവത്തിലും താങ്കൾക്ക് അഹങ്കാരം ഒരു സെന്റൻസ് പറയുമ്പോൾ അതിൽ 4 അഹങ്കാരം ഇങ്ങനെ പൊന്തി നിൽക്കും. ഞാൻ എന്തോ ആണെന്നുള്ളൊരു ചിന്തയുണ്ട്. ഈ പറയുന്ന അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയ ലക്ഷ്മിപ്രിയ, അതിൽ തന്നെ അഹങ്കാരമുണ്ട്. ബിഗ് ബോസിലായിരുന്നപ്പോൾ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ എന്താ പറയുന്നത്, ഞാൻ സനാതന ധർമ്മങ്ങളിൽ വിചാരിക്കുന്നവരാണ്, നമ്മളെപ്പോലെ മറ്റാർക്കും ദുഃഖം വരരുത് എന്ന് ചിന്തിക്കുന്നവളാണ് എന്നൊക്കെ പറയുകയും വാർത്താളം അടിക്കും. പിന്നെ അവിടെ ചെന്ന ആൾക്കാരെ നോക്കി കാർക്കിച്ച് തുപ്പുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യാൻ നമുക്ക് എടുക്കണം.